സോ ഗൈസ് വെൽക്കം ബാക്ക് ടു ഒരു ചാനൽ. അപ്പോൾ ഞാനോട് റോഷൻ. സ്ക്വിഡ് ഗെയിം സീസൺ 3 അടുത്ത മാസം ഇറങ്ങാനിരിക്കെ സീരീസിന്റെ ഭാഗത്തായിട്ട് നെറ്റ്ഫ്ലിക്സ് ഒരു ചെറിയ ടീസർ ഇപ്പോൾ പുറത്തു വിട്ടിട്ടുണ്ട്. ഈ ഒരു സീസണോട് കൂടി സ്ക്വിഡ് ഗെയിമിന്റെ ഈ ഒരു സ്റ്റോറി ലൈൻ അവസാനിക്കുവാനാണ് സാധ്യത. അതായത് ഈ ജീഹാൻ എന്ന് പറഞ്ഞുള്ള ക്യാരക്ടറിനെ വെച്ചിട്ട് ഫസ്റ്റ് സീസൺ തൊട്ട് നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ ഈ ഒരു സ്ക്വിഡ് ഗെയിം എങ്ങനെയെങ്കിലും ഒന്ന് പൂട്ടിക്കിട്ടണമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ജീഹാന്റെ ആ ഒരു ക്വസ്റ്റും പരിപാടികളൊക്കെ ഉണ്ടല്ലോ, അത് മിക്കവാറും ഈ ഒരു സീസൺ 3 കൂടെ തന്നെ അവസാനിക്കും. പക്ഷേ സ്ക്വിഡ് ഗെയിം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കോൺസെപ്റ്റ് എന്തായാലും ഈ അടുത്ത കാലത്തൊന്നും നിൽക്കാനായിട്ട് സാധ്യതയില്ല. നെറ്റ്ഫ്ലിക്സ് അങ്ങനെ ചുമ്മാ കളയുമെന്ന് തോന്നുന്നില്ല. സ്ക്വിഡ് ഗെയിമിനെ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റാൻഡ് അലോൺ സീരീസുകൾ, സീക്വൽ, പ്രീക്വൽ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് അടപടലം പടച്ചു വിടുമെന്ന് തന്നെയാണ് തോന്നുന്നത്. ഇതിന് ശേഷം ഒരു ചെറിയ സ്ക്വിഡ് ഗെയിം യൂണിവേഴ്സ് തന്നെ സെറ്റപ്പ് ആക്കാനുള്ള പ്ലാൻ ഉണ്ടെന്ന് തോന്നുന്നു നെറ്റ്ഫ്ലിക്സിന്. ഒരു അളവുക്ക് മേലെ പോയി കഴിഞ്ഞാൽ എല്ലാം ബോറാണ്. എങ്ങനെ വരുമെന്ന് എന്തായാലും കണ്ടറിയാം. അത് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും കാര്യത്തിലേക്ക് കിടക്കാം. വിത്തൗട്ട് വെയിറ്റിംഗ് മച്ച്, ലെറ്റ്സ് ടോക്ക് അബൌട്ട് സീസണിന്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്നത് പെട്ടി കയറ്റി ആണി അടിച്ച് ജീഹാന്റെ ബോഡി ആ ഒരു റൂമിലോട്ട് കൊണ്ടുവരുന്നതാണ്. ഓക്കെ, എല്ലാവരും ഇവൻ ഇനിയും ചത്തില്ലെന്ന് പറഞ്ഞിട്ട് വണ്ടറടിച്ചൊരു ഫേസോടെ തന്നെ ജീഹാനെ നോക്കുമ്പോൾ പുള്ളിയും ആകെ ഡെസ്പായിട്ട് അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത് കാണാം. തൊട്ട് കഴിഞ്ഞ സീസണിൽ സ്ക്വിഡ് ഗെയിം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണമെന്ന് ശബ്ദം എടുത്ത മനസ്സോടെ കയറി വന്ന് കത്തി നിന്ന വച്ചാലാണ് ഇപ്പം ആകെ പൊളിഞ്ഞ് കുത്തോളം എടുത്താണ് ഇപ്പോൾ ഇരിക്കുന്നത്. അത് ആ മോന്ത കണ്ടാൽ അറിയാം. അതിന്റെ റീസണും കഴിഞ്ഞ സീസൺ കണ്ടവർക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ടാവും. ആ സീസണിന്റെ എൻഡിങ്ങിൽ നമ്മുടെ ജീഹാന്റെ ഫ്രണ്ടിനെ അവന്റെ മുമ്പിൽ വെച്ച് തന്നെ ഫ്രണ്ട്മാൻ കൊല്ലുന്ന രീതിയിലായിരിക്കും കാണിച്ചിട്ടുണ്ടാവുക. സോ ഇവിടെ നടക്കുന്ന പരിപാടികളൊക്കെ തനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതിന് അപ്പുറത്താണെന്നും ഇത് ഞാൻ വിചാരിച്ച കൂട്ടിയെ കൂടില്ലെന്നുള്ളൊരു കാര്യമൊക്കെ പുള്ളി അങ്ങ് ആക്സെപ്റ്റ് ചെയ്ത മട്ടാണ് ഇതൊക്കെ കാണുമ്പോൾ തോന്നുന്നത്. പുള്ളി ആരോട് നേരെ വേണം സംസാരിക്കുന്ന രീതിയിലുള്ള ഒരു സീക്വൻസ് പോലും നമുക്ക് ഈ ടീസറിൽ കാണാനായിട്ട് പറ്റത്തില്ല. മാത്രമല്ല അവിടെ മിച്ചമുള്ള ആൾക്കാർ അവിടെ വോട്ടിംഗ് നടത്തുന്ന സമയത്ത് നിനക്ക് വോട്ടുമില്ല ഒരു കോപ്പുമില്ല എന്ന് പറഞ്ഞിട്ട് ജീഹാനെ നേരെ അവിടെ ഒരു കൈവിലങ്ങൊക്കെ അണിച്ചിട്ട് ഒരു ബെഞ്ചും അങ്ങ് ചേർത്ത് കെട്ടിയിട്ടേക്കുന്നതും കാണാം. സോ ഈ സീസണിന്റെ തുടക്കഭാഗത്തിൽ എന്തായാലും ജീഹാൻ എല്ലാവരും ഒതുക്കപ്പെട്ട ഒരു സൈഡാക്കപ്പെട്ട ക്യാരക്ടർ എന്ന രീതിയിലായിരിക്കും പ്രസന്റ് ചെയ്യുന്നത്. എൻ്റെ അവസാനമാകുമ്പോഴത്തേക്കും പുള്ളി വേറൊരു എന്തെങ്കിലുമൊക്കെ ഒരു പ്ലാനൊക്കെ ആയിട്ട് മുമ്പോട്ട് വരുന്ന രീതിയിലും വീണ്ടും ഫയർ ആവുന്ന രീതിയിലൊക്കെ ആയിരിക്കാം സീസൺ പോകുന്നത്. ആൻഡ് ടീസർ മൊത്തം നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഒരൊറ്റ ഗെയിമിനെ മാത്രമാണ് ഫോക്കസ് ചെയ്ത് കാണിച്ചിട്ടുള്ളത്. ഗെയിമിന്റെ ഒറിജിനൽ പേരെന്താണെന്ന് അറിയത്തില്ല. എന്നാൽ ഇപ്പോൾ ഈ ഒരു ടീസറിൽ ടീസ് ചെയ്തൊരു കോൺസെപ്റ്റ് വെച്ച് നോക്കുവാണെങ്കിൽ നൈഫ് ആൻഡ് കീ എന്നോ അല്ലെങ്കിൽ റെഡ് ബോൾ ആൻഡ് ബ്ലൂ ബോൾ എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാമെന്ന് തോന്നുന്നു. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഇവിടെ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും നിൽക്കണ്ടെന്ന് ആഗ്രഹിക്കുന്നവരുമായിട്ട് ഇപ്പോൾ രണ്ട് ടീമായിട്ട് തന്നെ ഇവർ പിരിഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇവരുടെ ഇടയിൽ തന്നെ വീണ്ടും രണ്ട് ടീമായിട്ട് ഇവരെ സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. ആ ഒരു ബോളിൻ്റെ ഉള്ളിൽ നിന്ന് റെഡ് ബോൾ കിട്ടുന്നവർ ഒരു ടീമും ബ്ലൂ ബോൾ കിട്ടുന്നവർ വേറൊരു ടീമുമായിട്ടായിരിക്കും പിരിക്കുന്നത്. അതിൽ തന്നെ ബ്ലൂ ബോൾ കിട്ടിയവരുടെ കയ്യിൽ ഒരു ചാവിയും കീയും ആൻഡ് അതേസമയം നമ്മുടെ റെഡ് ബോൾ കിട്ടിയവരുടെ കയ്യിൽ ഒരു കത്തിയും കൊടുക്കുമായിരിക്കും. അങ്ങനെ റെഡ് ബോൾ കിട്ടി റെഡ് ടീമായ ടീം കയ്യിലുള്ള ഈ കത്തി വെച്ചിട്ട് ബ്ലൂ ടീമിനെ അറ്റാക്ക് ചെയ്യണം. ഇതേ സമയം ബ്ലൂ ടീം തന്റെ കയ്യിലുള്ള ഒരു കീ വെച്ചിട്ട് സേഫ് റൂമോ അല്ലെങ്കിൽ അതേ കൂട്ടുവല്ല കോൺസെപ്റ്റ് ആയിരിക്കാം ആ ഒരു സംഭവം കണ്ടുപിടിച്ച് അതിനുള്ളിൽ പോയിട്ട് സേഫ് ആയിട്ട് ഇവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനും നോക്കണം. ഇതുവരെ സ്ക്വിഡ് ഗെയിമിൽ വിധവിധമായ ഒരുപാട് ഗെയിംസ് നമ്മൾ കണ്ടിട്ടുണ്ടാവും. എൻ്റെ അതിൽ നിന്നെല്ലാം ഈ ഒരു ഗെയിമിനെ വ്യത്യസ്തമാക്കുന്ന ഒരു പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗെയിമിൽ ടീമിനെ സെലക്ട് ചെയ്യുന്ന ഒരു പരിപാടി ഇവരുടെ കയ്യിലല്ല. അതായത് തികച്ചും യാദൃശ്ചികമായി കിട്ടുന്ന പന്ത് റെഡ് ആണോ ബ്ലൂ ആണോ എന്നുള്ള ഒരു കോൺസെപ്റ്റ് അനുസരിച്ചായിരിക്കും ഇവരുടെ ടീം ഫോർമേഷൻ ഇരിക്കുന്നത്. എന്നാൽ ഇതിന് മുമ്പുള്ള ഗെയിംസ് എല്ലാം നമ്മൾ എടുത്തു നോക്കിയാൽ അതിൽ മിക്ക ഗെയിംസിലും ടീം അവരുടെ ഇഷ്ടത്തിന് അവർക്ക് ഫോം ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും സ്ട്രക്ചർ ചെയ്തിട്ടുണ്ടാവുക. ഇതിൽ തന്നെ ആ ഒരു അമ്മയും മോനായിട്ടുള്ളൊരു ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, അതിലിപ്പോൾ അമ്മയുടെ ക്യാരക്ടറും മോൻ്റെ ക്യാരക്ടറും രണ്ട് വ്യത്യസ്ത ടീമിലാണ് ആവാനായിട്ട് പോകുന്നത്. കാരണം ഇതിലൊരു സീക്വൻസിൽ തന്നെ ആ ഒരു ബോൾ കിട്ടിയ ശേഷം ആ മോൻ ഇങ്ങനെ വണ്ടറടിച്ച് അമ്മയെ നോക്കുമ്പോൾ അമ്മയും ആകെ ഞെട്ടിത്തിരിച്ചിരിക്കുന്നത് കാണുന്നുണ്ട്. അത് കാണുമ്പോൾ തന്നെ അറിയാം രണ്ടുപേരും വേറെ വേറെ ടീമിലാണ്. മാത്രമല്ല ഒരു ഗെയിം കഴിഞ്ഞതിന് ശേഷം എല്ലാവരും കൂടെ കൂടി നിൽക്കുന്ന ഒരു സീക്വൻസ് ആണെന്ന് തോന്നുന്നു. അങ്ങനത്തെ ഒരു സീക്വൻസിൽ ആ ഒരു അമ്മ വല്ലാത്ത രീതിക്ക് കരയുന്ന രീതിയിൽ കാണിച്ചിട്ടുണ്ടാവും. സോ അതൊക്കെ വെച്ച് കൂട്ടി വായിക്കുമ്പോൾ മിക്കവാറും മോൻ്റെ ക്യാരക്ടർ ഗതം ഹോജാത്തി ഹേ എന്നാണ് തോന്നുന്നത്. മാത്രമല്ല മറ്റേ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ഒരു ക്യാരക്ടറിലെ പ്ലെയർ 120 ആ ഒരു മിലിറ്ററിക്കാരി പെണ്ണ് പുള്ളിക്കാരി ഒരു ഫൈറ്റിന് റെഡി ആവുന്ന രീതിയിൽ കാണിച്ചിട്ടുണ്ടാവും. കാരണം ഒബ്വിയസ്ലി പുള്ളിക്കാരി ബ്ലൂ ടീമാണ്. സോ അതുകൊണ്ട് മറ്റേ കത്തി വെച്ച് വരുന്ന ആൾക്കാരുടെ നിന്ന് പുള്ളിക്കാരിക്ക് രക്ഷപ്പെട്ടേ പറ്റത്തുള്ളൂ. ഞാൻ ഈ പുള്ളിക്കാരി എന്ന് പറയുന്നുണ്ടൊന്നും തോന്നരുത് തൊട്ട്. ഈ കൊറിയൻ പേരുകൾ പറയാന്ന് പറയുന്നത് തന്നെ കുറച്ച് ചടങ്ങാണ്. സോ അതുകൊണ്ട് കൂടുതൽ നമുക്കിനി ആ ഒരു പ്ലെയർ നമ്പർ ഒക്കെ വെച്ചൊന്ന് അഡ്രസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് തോന്നുന്നു. ഇതേസമയം വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു സീക്വൻസ് കാണിച്ചിട്ടുണ്ട്. ആ ഒരു ഷാമാൻ ലേഡി ഉണ്ടല്ലോ, ആ ഒരു സ്വാമി മോഡ് ക്യാരക്ടർ, ആളിതേ അവിടെ ആളുടെ അണ്ടറിൽ തന്നെ ഒരു റിലീജിയസ് കൾട്ട് ഗ്രൂപ്പ് ഒക്കെ ഫോം ചെയ്ത രീതിയിൽ കാണിച്ചിട്ടുണ്ട്. ഈ ഒരു ക്യാരക്ടറിനെ വെച്ചിട്ട് എന്തായാലും കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സീക്വൻസുകൾ ഞാൻ എന്തായാലും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഒരു കൾട്ട് ഗ്രൂപ്പ് ഒക്കെ ഫോം ചെയ്യാനായിട്ടുള്ള പറ്റിയ സ്ഥലമാണ്. അവിടെ നിന്ന് അങ്ങനെ ഏതൊരു ക്യാരക്ടറിന് ഒരു മിന്നായം പോലെ കാണിച്ചു പോകുന്നുണ്ട്. അത് മിക്കവാറും എനിക്ക് തോന്നുന്നു പ്ലെയർ 246 ആണെന്ന് തോന്നുന്നു. അവനല്ലേ കഴിഞ്ഞ സീസണിൽ വെടികൊണ്ട് മരിച്ചതെന്ന് നിങ്ങൾ ചോദിക്കുന്നത് എനിക്ക് മനസ്സിലാവും. ബട്ട് പുള്ളിക്ക് എവിടെയാണ് വെടികൊണ്ടതെന്ന് അതിൽ കൃത്യമായിട്ട് കാണിക്കുന്നില്ല. മാത്രമല്ല അവിടെയുള്ള ഗാർഡ്സിൽ ഗാർഡ് 11 ഈ ഒരു ക്യാരക്ടറിനെ കുറിച്ച് പേഴ്സണലി അറിയാം. എന്തിനാണ് പുള്ളി ഒരു സ്ക്വിഡ് ഗെയിമിൻ്റെ ഉള്ളിലോട്ട് വന്നത്, പുള്ളിയുടെ മോൾക്ക് വേണ്ടിയിട്ടാണെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാം. പിന്നെ ആ ഒരു സിമ്പതിയുടെ പുറത്ത് ഗാർഡ് 11 മിക്കവാറും ഇയാളെ രക്ഷിച്ചിട്ടുണ്ടായിരിക്കാം. ഈ സ്ക്വിഡ് ഗെയിമിൻ്റെ ഉള്ളിലോട്ട് വന്ന പ്ലേയേഴ്സിൻ്റെ ഉള്ളിലെല്ലാം ഒരു ചിപ്പ് ഘടിപ്പിച്ചിട്ടുണ്ടാവും. അവരെന്ത് ചെയ്യുന്നു എങ്ങനെ ചെയ്യുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്. സോ ആ ഒരു ചിപ്പ് റിമൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന രീതിയിലുള്ള ഒരു സീക്വൻസ് ആയിരിക്കാം ഇവിടെ കണ്ടിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു ഗാർഡ് 11 പറ്റി പറയുമ്പോൾ സ്ക്വിഡ് ഗെയിമിൽ അങ്ങനെ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലാത്ത, ഇതൊന്നും എങ്ങനെയെങ്കിലും നിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് ക്യാരക്ടേഴ്സിന്റെ കൂട്ടത്തിലുള്ള ഒരാളായിട്ടായിരിക്കും നമ്മുടെ ഈ ഒരു ഗാർഡ് 11 കഴിഞ്ഞ സീസണിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ടാവുക. ടീസറിൽ തന്നെ ഒരു സീക്വൻസിൽ ഈ ഒരു ഗാർഡ് 11 ഒരു AC ഡക്റ്റിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഞെരങ്ങി പോകുന്ന രീതിയിലുള്ള ഒരു സീക്വൻസ് കാണിച്ചിട്ടുണ്ടാവും. അത് മിക്കവാറും ഈ സ്ക്വിഡ് ഗെയിമിന്റെ ഉള്ളിലുള്ള ചുരുളലിയ
ചുരുളഴിയ രഹസ്യങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു യാത്രയായിരിക്കാം. അങ്ങനെ ഈ ഒരു സ്ക്വിഡ് ഗെയിം നടത്തുന്ന സ്ഥലം എവിടെയാണ്, എങ്ങനെയാണ് ഇതിന്റെ പരിപാടികൾ എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഒരു ഗാർഡ് 11 കണ്ടുപിടിച്ചിരുന്നിരിക്കാം. കാരണം ആ ഒരു ആർക്കൈവ് റൂം ഉണ്ടല്ലോ, ഈ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന റൂം, സ്ക്വിഡ് ഗെയിമിന്റെ ഡാറ്റാസും പരിപാടികളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്ഥലം, ഗാർഡ് 11 ആ ഒരു സ്റ്റോർ റൂമിൽ നിന്ന് ഏതൊരു ഫയലൊക്കെ ഇങ്ങനെ നോക്കുന്ന രീതിയിലുള്ള ഒരു സീക്വൻസ് കാണിച്ചിട്ടുണ്ട്. സോ ഈ ഒരു ക്യാരക്ടർ മിക്കവാറും നമ്മുടെ ജൂൻഹൂന്റെ ക്യാരക്ടറായിട്ട് ടീം അപ്പ് ആവാനും സാധ്യതയുണ്ട്. ജൂൻഹൂന്റെ ക്യാരക്ടറിനെ ആരും മറന്നിട്ടുണ്ടാവില്ലെന്ന് വിചാരിക്കുന്നു. ഈ ഒരു സ്ക്വിഡ് ഗെയിമിലെ ഫ്രണ്ട്മാൻ ആയിട്ട് വരുന്ന പുള്ളിയില്ലേ, പുള്ളിയുടെ അനിയനാണ്. കാരണം ജൂൻഹു ഇതിൽ തന്നെ ഒരു VIP റൂമൊക്കെ ടേക്ക് ഓവർ ചെയ്യുന്ന രീതിയിൽ കാണിച്ചിട്ടുണ്ട്. VIPs എല്ലാം ഒരുമിച്ചിരുന്ന് ഈ ഒരു ഗെയിം കാണുന്ന ഒരു സ്ഥലത്തേക്ക് പുള്ളി തോക്കൊക്കെ പിടിച്ച് വരുന്ന രീതിയിൽ കാണിച്ചിട്ടുണ്ട്. സോ അത്രയും സെക്യൂർഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് തോക്കും പിടിച്ച് ചുമ്മാ കയറി വരാൻ എന്തായാലും ഒക്കത്തില്ല. അതിന് എന്തായാലും പുറത്തുനിന്ന് മാത്രമല്ല അകത്തുനിന്നും ഒരു സപ്പോർട്ട് വേണ്ടി വരും. അത് മിക്കവാറും ഈ ഒരു ഗാർഡ് 11 കയ്യിൽ നിന്നായിരിക്കും കിട്ടുന്നത്. ആൻഡ് ഫ്രണ്ട്മാൻ എന്തോ കണ്ട് ആകെ ഷോക്കിൽ കിളിപോയി നിൽക്കുന്ന രീതിയിൽ കാണിച്ചിട്ടുണ്ട്. അത് മിക്കവാറും ഈ ജൂൻഹുവിന്റെ രണ്ടാം വരവ് കണ്ടിട്ടായിരിക്കണം. ആർക്കറിയാം, ഫസ്റ്റ് സീസണിൽ ജൂൻഹുവിനെ ഫ്രണ്ട്മാൻ വെടിവെക്കുന്ന രീതിയിൽ കാണിച്ചിട്ടുണ്ടാവും. അതിനെ നേരെ ഉൾട്ടയടിച്ച് ഇവിടെ നമ്മുടെ ജൂൻഹു ഇനി വേറെ വഴിയില്ലെന്ന് മനസ്സിലാക്കി തന്റെ ചേട്ടനെ തന്നെ കൊല്ലുന്ന രീതിയിലുള്ള ഒരു സീക്വൻസും മേ ബി ഉണ്ടായേക്കാം. ആൻഡ് മറ്റ് സീസണുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിൽ VIPസിനും കാര്യമായിട്ട് എന്തൊക്കെയോ ചെയ്യാനുണ്ടെന്ന് തോന്നുന്നു. കാരണം VIPസിനെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന രീതിയിൽ കുറച്ച് ഷോട്ടുകളും വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കുറച്ച് പെണ്ണുങ്ങളുണ്ട്. അതിനിപ്പോൾ എന്താ അവരും വരട്ടെ, വൈ ഷുഡ് ബോയ്സ് ഹാവ് ഓൾ ദ ഫൺ എന്നാണല്ലോ. ആൻഡ് വേറൊരു ഷൂട്ടിൽ ആ ഒരു പിഗ്ഗി ബാങ്ക് നിലത്തോട്ട് ഇറക്കി വെച്ചിരിക്കുന്നതായിട്ട് കാണാം. അതിന് കാരണം മിക്കവാറും ഈ ഒരു ഗെയിമിന് മുമ്പോ ശേഷമോ വീണ്ടും ഇനി ഒരു ഗെയിം കളിക്കേണ്ട എന്നുള്ളൊരു ടോക്കിലോട്ട് ആൾക്കാർ വീണ്ടും എത്താനായിട്ട് സാധ്യതയുണ്ട്. സോ അവരുടെ മൈൻഡിനെ ഒന്ന് മാനിപ്പുലേറ്റ് ചെയ്ത് പൈസ ഇത്ര അടുത്തെത്തി ഈ ഒരു കളി കൂടെ ഉള്ളൂടാന്ന് പറഞ്ഞിട്ട് ആ ഒരു ഇമോഷണൽ മാനിപ്പുലേഷൻ ആയിരിക്കാം ഇവിടെ അപ്ലൈ ചെയ്യപ്പെടുന്നത്. കഴിഞ്ഞ സീസണിലും ആ ഒരു പൈസ വെച്ചിട്ട് ആൾക്കാരുടെ മൈൻഡിനെ തന്നെ മാറ്റിയെടുക്കുന്ന ആ ഒരു സീക്വൻസുകളും പരിപാടികളൊക്കെ കുറേ കണ്ടിട്ടുണ്ടായിരിക്കും. സോ അതിന്റെ ഒരു ബാക്കി പത്രമായിട്ടായിരിക്കാം ഈ ഒരു പിഗ്ഗി ബാങ്ക് നേരെ നിലത്തോട്ടങ്ങ് ഇറക്കി വെച്ചേക്കുന്നത്. ആൻഡ് ടീസർ എൻഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രഗ്നന്റ് ലേഡി കരയുന്ന രീതിയിൽ കാണിച്ചിട്ട് അതിനുശേഷം ആ ഒരു കുഞ്ഞിന്റെ കരച്ചിലും കാണിച്ചിട്ടാണ്. ഇനി ഇവിടെ ജനിക്കുന്നതെല്ലാം ഇവിടുത്തെ പ്രോപ്പർട്ടീസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു കൊച്ചിന് ഒരു നമ്പർ കൊടുത്ത് ആ കൊച്ചിനെയും കൂടെ ആ സ്ക്വിഡ് ഗെയിമിൽ കളിപ്പിക്കുന്ന രീതിയിലൊക്കെ കാണിക്കാവോ? സംഭവം കുറച്ച് ഡാർക്ക് ആണെന്നറിയാം. ഈ ഒരു സ്ക്വിഡ് ഗെയിം എന്ന് പറഞ്ഞ കോൺസെപ്റ്റേ കുറച്ച് ഡാർക്ക് ആണല്ലോ, ആർക്കറിയാം, അങ്ങനെയൊക്കെ ചിലപ്പോൾ ഉണ്ടായേക്കാം. എന്തായാലും ടീച്ചറിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. ആ ഒരു ഗെയിമിനെ ഫോക്കസ് ചെയ്തിട്ടാണ് ടീച്ചർ മൊത്തം പോകുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ഗെയിമിന് ഈ ഒരു സീസണിൽ എന്തായാലും വലിയൊരു കാര്യം തന്നെ പ്ലേ ചെയ്യാനുണ്ട്. കുറച്ച് ഇന്റൻസ് ആയിട്ട് തന്നെ ആയിരിക്കും ഇത് കാണിക്കുന്നത്. ആരൊക്കെ വാഴുന്നു, ആരൊക്കെ വീഴുന്നു, അവസാനം ആര് കപ്പടിക്കുന്നു എന്തായാലും നമുക്ക് സീരീസ് കണ്ടു തന്നെ അറിയാം. എന്തായാലും ജൂണിലാണ് സീരീസ് ഇറങ്ങാനായിട്ട് പോകുന്നത്, നോക്കാം. സോ ടീച്ചർ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങളും സ്ക്വിഡ് ഗെയിമിന്റെ സീസൺ 3യെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ പ്രതീക്ഷകളും പരിപാടികളും, ഒപ്പം ഈ ഒരു സ്ക്വിഡ് ഗെയിം എന്നുള്ള ഒരു കോൺസെപ്റ്റിനെ ഇങ്ങനെ വൈഡാക്കുന്ന കാര്യത്തിലുള്ള നിങ്ങളുടെ തോട്ട്സും പരിപാടികളും എല്ലാം കൂടെ ഒന്ന് പറഞ്ഞ് ഞാൻ ശരിക്കും മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് എന്തായാലും വീണ്ടും കാണാം.